നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിൽ നാളെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്തെ 175 നിയമസഭാ മണ്ഡലങ്ങളിലായി 2387 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. മണ്ഡലങ്ങളിൽ 29 എണ്ണം SC വിഭാഗത്തിനും 7 എണ്ണം ST വിഭാഗത്തിനുമായി സംവരണം ചെയ്തിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരത്തിനാണ് ഇത്തവണ സംസ്ഥാനം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ബിജെപിയുടെ മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു നേതൃത്വം നൽകുന്ന TDPയും പവൻ കല്യാൺ നേതൃത്വം നൽകുന്ന ജനസേന പാർട്ടിയും സഖ്യമായാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRPയിലും സഖ്യത്തിന്റെ പ്രധാന എതിരാളി. കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ഇന്ത്യ സഖ്യമായി മത്സര രംഗത്തുണ്ട്. D പുരന്ദരേശ്വരിയാണ് BJP സംസ്ഥാന പ്രസിഡന്റ്. മുൻ മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡിയുടെ മകളും മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയുമായ YS ശർമിളയാണ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. ശർമിളയുടെ നേതൃത്വത്തിലുള്ള YSR തെലങ്കാന പാർട്ടിയെ ഈ വർഷം ആദ്യം കോൺഗ്രസിൽ ലയിപ്പിച്ചിരുന്നു. NDA സഖ്യത്തിന്റെ സീറ്റു ധാരണ പ്രകാരം 144 നിയമസഭാ മണ്ഡലങ്ങളിൽ TDPയും 21 ജനസേന പാർട്ടിയും 10 BJPയുമാണ് മത്സരിക്കുന്നത്. 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ TDPയും 6 BJPയും 2 JSPയും ജനവിധി നേടുന്നു. NDA സഖ്യത്തിൽ രൂപീകരണത്തോടെ തന്നെ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRPയുടെ വിജയ സാധ്യതകളെല്ലാം മങ്ങലേറ്റു. പ്രചരണത്തിന്റെ ആദ്യഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ NDA സഖ്യം വൻ മുന്നേറ്റം നടത്തുമെന്ന രീതിയിലുള്ള സൂചനകളാണ് പുറത്തു വന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ തുടങ്ങിയ പ്രമുഖരുടെ നീണ്ട നിര തന്നെ NDAയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സംസ്ഥാനത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസ് പാർട്ടി 151 സീറ്റ് നേടിയാണ് 2019 സംസ്ഥാനത്ത് ഭരണം പിടിച്ചത്. ചന്ദ്രബാബു നായിഡു നേതൃത്വം നൽകുന്ന TDP 23 സീറ്റുകൾ നേടിയപ്പോൾ പവൻ കല്യാൺ നേതൃത്വം നൽകുന്ന ജനസേന പാർട്ടിക്ക് 1 സീറ്റാണ് ലഭിച്ചത്. 88 സീറ്റുകളാണ് സംസ്ഥാനത്ത് ഭൂരിപക്ഷത്തിനു വേണ്ടിയിരുന്നത്. YSRCPക്ക് 49.95% വോട്ട് ലഭിച്ചപ്പോൾ TDPക്ക് ലഭിച്ചത് 39.17%. എന്നാൽ BJPക്കും കോൺഗ്രസിനും സീറ്റുകളൊന്നും നേടാനായില്ല. അന്ന് TDPയും BJPയും ജനസേന പാർട്ടിയും സഖ്യമില്ലാതെയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ ഇത്തവണ ആന്ധ്രാപ്രദേശിലെ ചരിത്രം മാറും. NDA മുന്നണിയുടെ ശക്തമായ മുന്നേറ്റം സംസ്ഥാനത്തുണ്ടാകും. ഇത് നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ശക്തമായി തന്നെ പ്രതിഫലിക്കും.